ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് 4 ഒക്ടോബർ. ഇന്ന് ഏതോ ജന്മകൽപ്പനയിൽ നമുക്കിന്ന് കാണിച്ചെന്ന് വെച്ചാൽ മനോരമയുടെ ഹസ്ബൻഡ് വഴക്ക് പറയും. എന്നിട്ട് പറയും, നിനക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലെങ്കിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ, അതായിരിക്കും നല്ലത്. എനിക്ക് എൻ്റെ മകന് എന്താണ് ഇഷ്ടം അത് മാത്രമേ നടത്തി കൊടുക്കത്തുള്ളൂ ഞാൻ. അപ്പോൾ അങ്ങനെ പിണങ്ങി മനോരമ പുറത്തോട്ട് ഇറങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ ആകാശാണെങ്കിലും അതിന് മുന്നേ പിണങ്ങിയിട്ട് പുറത്തിറങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. മനോരമ മനസ്സിൽ പറയുകയാണ്, ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോവാം, എൻ്റെ ഇഷ്ടമൊന്നും ഇവിടെ നടക്കത്തില്ല, ബാക്കി എല്ലാവരും ആകാശിനാണ് സപ്പോർട്ട്, എൻ്റെ ആഗ്രഹം പോലെ ആരും നടക്കാൻ സമ്മതിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോവാം, എല്ലാവരെയും കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ശ്രുതിയും അശ്വിനും അവിടെ എത്തുവേ. അന്നേരം ശ്രുതി പറയും, സാർ ഇനി നിങ്ങൾക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, വേറെ ആര് പറഞ്ഞാലും മാഡം കേൾക്കത്തില്ല, അതുകൊണ്ട് സാറ് പറഞ്ഞ് എങ്ങനെയും ഇത് ശരിയാക്കണം. അപ്പോൾ പെട്ടെന്ന് അശ്വിനാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങും. എന്നിട്ട് മനോരമയെ കാണും. എന്നിട്ട് മനോരമയോട് പറയും, ആൻറ്റിക്ക് ഈ വിവാഹം ഇഷ്ടമല്ലെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടല്ലേ ആൻറ്റി പോകുന്നത്, ആൻറ്റി പോകുന്നെങ്കിൽ പോക്കോ, പക്ഷേ അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആൻറ്റി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാണെങ്കിൽ ആൻറ്റിയുടെ ഇവിടെയുള്ള പദവിയെല്ലാം എല്ലാം പോകും. അപ്പം അത് കഴിഞ്ഞ് പിന്നെ പ്രീതി എന്തായാലും ഇവിടെ എല്ലാവരും സ്വീകരിക്കുക തന്നെ ചെയ്യും. എല്ലാവർക്കും പ്രീതിയെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പ്രീതി വന്ന് ഇവിടെ പിന്നെ മരുമോൾ സ്ഥാനമാകും. അതുപോലെ തന്നെ ആൻറ്റി തിരികെ വന്നാൽ തന്നെ ആകാശിൻ്റെ അമ്മയായിട്ട് വീണ്ടും പഴയതുപോലെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഭർത്താവിനാണെങ്കിലും ഭാര്യയായിട്ട് സ്നേഹിക്കാൻ പറ്റത്തില്ല എന്ന് അശ്വിൻ ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയും, പിന്നെ ആൻറ്റി ആണെങ്കിൽ ഇവിടുത്തെ എക്സ് മരുമോളായിരിക്കും. അതുപോലെ പ്രീതി ആണെങ്കിൽ ഇവിടുത്തെ പുതിയ മരുമോളും. ആൻറ്റിയുടെ അവകാശങ്ങളോ അധികാരങ്ങളോ എല്ലാം പ്രീതിക്ക് തന്നെ കിട്ടും. പകരം ആൻറ്റി ഇവിടുന്ന് പോവാതിരുന്നാൽ ആ അവകാശങ്ങളെല്ലാം ആൻറ്റിയുടെ കയ്യിൽ തന്നെ കാണുകയും ചെയ്യും. അതുപോലെ തന്നെ ആൻറ്റിക്ക് ഇവിടെ എല്ലാവരെയും ഭരിക്കുകയും ചെയ്യാം. ആൻറ്റിയുടെ തലമുകളിൽ വേറെ ആരും കാണത്തുമില്ല. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോഴേക്കും പെട്ടെന്ന് മനോരമ കരയാൻ തുടങ്ങുന്നുണ്ട്. പറയും, അശ്വിൻ ബേബി, ഞാൻ അശ്വിൻ ബേബി പറയുന്നതുകൊണ്ട് മാത്രമായിരിക്കും നിൽക്കുന്നത്, വേറെ ആർക്കും വേണ്ടിയല്ല ഞാനിവിടെ നിൽക്കുന്നത്. അതുപോലെ ഇവിടുത്തെ പദവിയും പണമൊന്നും കണ്ടിട്ടല്ല ഞാൻ നിൽക്കുന്നത്, ഞാൻ എന്തായാലും നിൽക്കാം, എല്ലാം അവൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. എന്നിട്ട് മനോരമ പറയും, അവനാരെങ്കിലും കെട്ടിക്കോട്ടെ, എനിക്കെന്താ, എനിക്ക് ഇവിടുത്തെ അധികാരം എല്ലാം കിട്ടുമല്ലോ എന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും. അങ്ങനെ മനോരമ തിരിച്ച് കയറി വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് അത് കഴിയുമ്പം നമ്മുടെ അഞ്ജലിയും ലാവണ്യയും കൂടെ പോയി ആകാശിനെ വിളിച്ചുകൊണ്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് ആകാശിനോട് പറയും, മുത്തശ്ശിക്കാണെങ്കിൽ ഈ വിവാഹത്തിന് ഇഷ്ടമല്ല, മുത്തശ്ശി ഭയങ്കര ദേഷ്യത്തിലാണ്, നീ വേഗം വാ. അങ്ങനെ പറയും, ചേച്ചിയല്ലേ പറഞ്ഞത് മുത്തശ്ശിക്ക് ഇഷ്ടമാണ്, മുത്തശ്ശിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നിട്ടല്ലേ എന്നെ ഇവിടെ പിടിച്ച് നിർത്തിയത്, അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ നിൽക്കണ്ട, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോവാമെന്ന്. അങ്ങനെ അഞ്ജലിയും ലാവണ്യയും കൂടെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് ആകാശിനെ. അങ്ങനെ ആകാശം മുത്തശ്ശിയുടെ മുന്നിലെത്തും. അപ്പം മുത്തശ്ശി പറയും, എനിക്ക് ദേഷ്യമുണ്ട്, പക്ഷേ നീ ആ കുട്ടിയെ കിട്ടുന്നതുകൊണ്ടല്ല, നിങ്ങളിങ്ങനെ അമ്മയും മോനോട് വഴക്കിട്ട് ഇറങ്ങി പോകുന്നതിലാണ് എനിക്ക് നിന്നോട് ദേഷ്യം, അതിനുള്ള പണി ഞാൻ രണ്ടുപേർക്കും ഞാൻ തരുന്നുണ്ട്. അങ്ങനെ അവിടെ ആകാശിൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അമ്മ ഇങ്ങനെ മനോരമ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ മനോരമയുടെ അടുത്ത് വന്നിട്ട് പറയും, അമ്മ എന്നോട് ക്ഷമിക്കണം, എനിക്ക് ആ കുട്ടിയെ മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ, വേറെ ആരെയും കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. അപ്പം മനോരമ പറയാണ്, ഇപ്പം ഞാൻ നിൻ്റെ ഇഷ്ടത്തിന് ഞാൻ വഴങ്ങി തരുവാണ്, പക്ഷേ എനിക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടിങ്ങനെ ആകാശ് മനോരമ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ തീരുവാണേ. അപ്പോൾ നമുക്കിനി തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ കാണാം പെണ്ണ് കാണൽ ചടങ്ങ്. അവർ പെണ്ണ് കാണൽ ചടങ്ങൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതും സസ്പെൻസായിട്ടാണ്. പ്രീതി അറിയാതെ, പ്രീതിയുടെ വീട്ടുകാരും അറിയാതെ, പക്ഷേ ശ്രുതിക്ക് ഇതെല്ലാം അറിയാം. അപ്പം ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമുക്ക് എന്തായാലും തിങ്കളാഴ്ച എന്താണെന്നുള്ളത് വെയിറ്റ് ചെയ്ത് തന്നെ കാണാമല്ലേ. അതിനിടയ്ക്ക് പ്രമോ ഇടുവാണെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.